നമ്മൾ ഇന്ന് അടുത്ത് പഠിക്കാൻ പോകുന്നത് കുറച്ച് ബേസിക് ആംഗിൾസ് ആണ്. കാരണം കുറച്ച് ചെറിയ തീറ്റ, സീറോ, അതുപോലെ 30, 45 അങ്ങനെയുള്ള ഡിഗ്രിയുടെയൊക്കെ അതിൻ്റെ വാല്യൂസ്, സൈൻ 30, അതുപോലെ കോസ് 30, ടാൻ 30, അതുപോലെ സൈൻ 60, സൈൻ 90 അങ്ങനെയുള്ള ബേസിക്സ് ആയിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ആംഗിൾസിൻ്റെ വാല്യൂസ് അത് കാണാതെ പഠിക്കണം. അങ്ങനെയുള്ള ആംഗിൾസ് അതിൻ്റെ വാല്യൂ ആണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് 0 ഡിഗ്രി, അതുപോലെ 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, അതുപോലെ സൈൻ തീറ്റ 0 ഡിഗ്രി വരുമ്പോൾ എന്ത് വരും, സൈൻ 30 ഡിഗ്രി വരുമ്പോൾ എന്ത് വരും, അതുപോലെ സൈൻ 45 ഡിഗ്രി വരുമ്പോൾ എന്ത് വരും, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഈ ഏരിയ 0 ഡിഗ്രി, 30 ഡിഗ്രി അതൊക്കെ ആംഗിൾ തീറ്റയാണ് കേട്ടോ വരുന്നത്, ആംഗിൾ ആണ് വരുന്നത്. 0 ഡിഗ്രി, അതുപോലെ 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്നുള്ളത്. ദെൻ ഇവിടെ പറയുന്നത് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. നമുക്കറിയാം നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ് സൈൻ തീറ്റയും കോസ് തീറ്റയും ടാൻ തീറ്റയൊക്കെ ഉള്ളത്. ഓക്കെ, ഇനി സൈൻ 0 വരുമ്പോൾ സൈൻ സീറോയുടെ വാല്യൂ എന്താ? സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. സൈൻ 0 ആണ്. അതുപോലെ സൈൻ 30 ഡിഗ്രി എന്ത് വരും? സൈൻ 30യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഈ വാല്യൂസ് നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അതുപോലെ സൈൻ 45 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/√2 ആണ്. സൈൻ 45 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/√2 ആണ്. അതുപോലെ സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. സൈൻ 60യുടെ വാല്യൂ ആണ് √3/2. അതുപോലെ സൈൻ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 ആണ്. സൈൻ 0 എന്നുള്ളത് 0യും സൈൻ 90 എന്ന് പറഞ്ഞാൽ 1ഉം ആണ്. ഓക്കെ, അതുപോലെ കോസ് 0 എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയുടെതാണ്. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 വരും. അതുപോലെ കോസ് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ √3/2 വരും. കോസ് 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/√2. കോസ് 60 ഡിഗ്രി 1/2. കോസ് 90 എന്ന് പറഞ്ഞാൽ 0. ഇവിടെ ശ്രദ്ധിച്ച് സൈൻ 0 ആയിരുന്നു, ഇവിടെ കോസ് 90 ആണ് 0 വന്നത്. ഇവിടെ സൈൻ 90 1 ആയിരുന്നു, ഇവിടെ കോസ് 0 ആണ് 1. അതുപോലെ ടാൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. ടാൻ 30 എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. ടാൻ 45 എന്ന് പറഞ്ഞാൽ 1 ആണ്. ടാൻ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ √3 ആണ്. ടാൻ 90 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ഇവിടെ ഇത് നിങ്ങൾ ഒന്നിനെ പഠിച്ചാൽ മതിയാകും. ഇപ്പം നിങ്ങൾ സൈൻ തീറ്റയും കോസ് തീറ്റയും പഠിക്കുകയാണെങ്കിൽ ടാൻ തീറ്റ പഠിക്കാൻ എളുപ്പമായിരിക്കും. കാരണം ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ് ടാൻ തീറ്റ എന്ന് പറയുന്നത്. നമുക്കറിയാം ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ് ടാൻ തീറ്റ. അപ്പൊ നിങ്ങൾ ഇപ്പം എന്താ 0/1 നോക്കുക, ടാൻ തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടാൻ 0 എന്ത് വരും? സൈൻ 0/cos 0 ചെയ്താൽ മതി. എന്ത് വരും? 0/1 എന്ന് പറഞ്ഞാൽ 0 ആണ്. അതുപോലെ ടാൻ 30 എന്താണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? സൈൻ 30/cos 30 ചെയ്താൽ മതി. ഇപ്പൊ 1/2 ഡിവൈഡ് ബൈ √3/2 എന്ത് വരും? 1/√3 എന്ന് പറഞ്ഞു കിട്ടും. ഇത് രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ടാൻ നമുക്ക് ഓൾറെഡി എഴുതാൻ കഴിയും. ഇപ്പൊ നിങ്ങൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയാം, സൈൻ അങ്ങോട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ കോസ് പഠിക്കാൻ എളുപ്പമായിരിക്കും. കാരണം സൈൻ 0 1/2, സൈൻ 0 1/2, 1/√3/2 1. ഇത് നോക്കിയേ, ഇതൊന്ന് വേഗം ഇതിന്റെ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നതാണ് കോസിന്റെ ഇത് വരുന്നത്. പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞു തരുന്നത്. സൈൻ കണ്ടോ, സൈൻ 0 ആണ് 0, ഇവിടെ സൈൻ 90 ആണ് 0 വരുന്നത്. അതുപോലെ ഇവിടെ 1/2, അത് ഇവിടെ 1/2. 45 രണ്ടും സെയിം ആണ്. സൈൻ 45 കോസ് 45 രണ്ടും സെയിം ആണ്. 1/√2 എന്ന് പറഞ്ഞാൽ കിട്ടും. അതുപോലെ സൈൻ 60യും കോസ് 30യും ആണ് സെയിം. സൈൻ 90യും കോസ് 0യും ആണ് സെയിം. നിങ്ങൾ അങ്ങനെ നോക്കി, ഇത് സൈൻ്റെ വാല്യൂ ഇവിടെ അങ്ങോട്ട് പോകുന്നത് തിരിച്ച് ഇവിടെ ഇങ്ങോട്ട് വരും. ഇവിടെ 1 √3/2 1/2 ആ ഒരു നോക്കി പഠിച്ചാൽ മതി. അങ്ങോട്ട് ഇതിന്റെ വാല്യൂ, സൈൻ്റെ വാല്യൂ നേരെ തിരിച്ച് വരുന്നതാണ് കോസിന്റെ വാല്യൂ. ഇതിലൊന്നും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ആ ഒരു ഓർഡർ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ആ ഓർഡർ ഇട്ടാൽ മതി. അതുപോലെ ടാൻ തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ബൈ ഇട്ടിട്ട് സൈൻ ബൈ കോസ് ചെയ്ത് കഴിഞ്ഞാൽ ടാൻ കിട്ടാവുന്നേ ഉള്ളൂ. ഇനി ബാക്കി കൊസീക്കും സീക്കൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം? സൈൻ്റെ നേരെ നമ്മൾ പറഞ്ഞു, കൊസീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? 1/sin തീറ്റ ആണ്. കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1/sin തീറ്റ ആണെന്ന് പറഞ്ഞു. അപ്പൊ കൊസീക് 30 എന്ത് വരും? ഈ കൊസീക് 30 സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ? കൊസീക് 30 എന്ന് വരും. ഇതിനെ ഒന്ന് ബൈ ഇടുക, 2 എന്ന ആൻസർ വരും. കാരണം കൊസീക്ക് എന്ന് പറഞ്ഞാൽ 1/sin ആണ്. ഇതിനെ ഒന്ന് നേരെ തിരിച്ചിട്ട് ചെയ്താൽ മതി കൊസീക്കിന്റെ ഒക്കെ വാല്യൂ കിട്ടാൻ വേണ്ടി. ഓക്കെ, ഇത് നിങ്ങൾ വരച്ചിടണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളിത് കാണാതെ പഠിച്ചേ പറ്റില്ല. അതാണ് നമുക്ക് ഇത് വെച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഈ വാല്യൂസ് വേണം. സൈൻ 30 അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് വേണം. കാരണം ഇതൊക്കെ ബേസിക് ആണ്. 0 30 45 60 90 എന്നൊക്കെ ഉള്ളത് കാൽക്കുലേറ്റർ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോയിന്റ് ഒക്കെ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ഈ ഇതായിട്ട് √3/2 അല്ലെങ്കിൽ 1/√2 അങ്ങനെയുള്ള വാല്യൂസ് ആയിട്ട് തന്നെ വേണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ വാല്യൂ നിങ്ങൾ കാണാതെ പഠിക്കണം. അതുപോലെ അടുത്ത കുറച്ച് ഇക്വേഷൻസ് ആണ്.
ടാൻ തീറ്റ നമ്മൾ പറഞ്ഞു, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. അതുപോലെ കോട്ട് തീറ്റ, രണ്ട് ഇക്വേഷൻ ആയിരിക്കണം. അതുപോലെ കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, കോസ് തീറ്റ ബൈ സൈൻ തീറ്റയാണ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് ബൈ സൈൻ ആണ്. ഓക്കെ, അതുപോലെ അടുത്ത ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചേ പറ്റും. കാരണം നമ്മൾ പ്രോബ്ലം ഇക്വേഷൻ ഒക്കെ പഠിക്കണം. കാരണം പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഇതിനെയൊക്കെ സിംപ്ലിഫൈ കൂടി സിമ്പിൾ ആക്കാൻ വേണ്ടി നമുക്ക് ഇക്വേഷൻ ഒക്കെ ആവശ്യമുണ്ട്. ശ്രദ്ധിക്കുക, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്. പഠിക്കണത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അതുപോലെ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ തീറ്റയാണ്. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ തീറ്റ. അതുപോലെ 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ കൊസീക്ക് സ്ക്വയർ തീറ്റയാണ്. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റൂ. ഈ ഇക്വേഷൻസ് എല്ലാം ഇത് ഫുള്ളും നിങ്ങൾ കാണാതെ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, ഒന്ന് എഴുതിയിട്ടോണേ. വാല്യൂസ് ഒക്കെ തിരക്കണം, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. താഴത്തെ മാറ്റാം. ഞാനത് വായിക്കുന്നില്ല, കാരണം പ്രോബ്ലം ചെയ്യുന്നത് നമുക്ക് ഇത് വേണം. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി എളുപ്പത്തിന് വേണ്ടി ഞാനത് വായിക്കുന്നില്ല. ഓക്കെ, നമുക്ക് അടുത്തത് ആ ഇക്വേഷൻസ് ഒക്കെ പഠിക്കണം കേട്ടോ. അടുത്ത ഒരു റൂളാണ് ASTC റൂൾ എന്നുള്ളത്. ASTC റൂള് അല്ലെങ്കിൽ T ഫങ്ഷൻസ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ASTC റൂൾ എന്ന് പറയും, അല്ലെങ്കിൽ T ഫങ്ഷൻസ്. ASTC റൂള് അല്ലെങ്കിൽ T ഫങ്ഷൻസ്. എന്താ ASTC റൂള്, T ഫങ്ഷൻ എന്ന് നോക്കാം. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ട് കാണും. എന്താ പറയുക, നമുക്കറിയാം. ഇപ്പം ഒരു സർക്കിൾ അല്ല, നമുക്കറിയാം ഇതെന്ന് പറയുന്നതായിരിക്കും 0 ഡിഗ്രി, ഇതായിരിക്കും 90 ഡിഗ്രി, ഇത് 180 ഡിഗ്രി, ഇത് 270 ഡിഗ്രി, ഇത് 360 ഡിഗ്രി. നിങ്ങൾക്ക് അറിയാമല്ലോ, കാരണം നിങ്ങൾ സ്കൂളിൽ പഠിച്ചു കാണും. 0 ഡിഗ്രിയാണ് ഒരു പ്രൊട്രാക്ടർ എടുക്കുമ്പോൾ നമുക്കറിയാം 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, അതുപോലെ 270, 360 എന്നുള്ളത്. ഒരു സർക്കിളിന്റെ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയും ഒരു സർക്കിളിന്റെ 360 ഡിഗ്രിയാണ് വരുന്നത്. അപ്പം ASTC റൂൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇവിടെ 90 ഡിഗ്രി വരും, ഇവിടെ 0 ഡിഗ്രി വരും, ഇവിടെ വരുന്നത് 90 ഡിഗ്രി വരും, ഇവിടെ 180 ഡിഗ്രി വരും, ഇവിടെ 270 ഡിഗ്രി, ഇവിടെ 360 ഡിഗ്രി. കാരണം സർക്കിൾ കംപ്ലീറ്റ് ആണ്. കാരണം 90 മൊത്തം ഇങ്ങനെ കൗണ്ട് ആണ്. ഇതിനിടയ്ക്ക് 30, 60 ഒക്കെ വരും, 45 ഒക്കെ ഇതിനിടയ്ക്ക് വരും. അതുപോലെ ഇവിടെ വരുന്നത് 120, 150 ഒക്കെ ഇതിനിടയ്ക്ക് വരും. ഇവിടെ അതുപോലെ 210 അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ ഇതിനിടയ്ക്ക് വരും. ഇവിടെ എന്ത് വരും, 300, 320 അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ ഇതിനിടയ്ക്ക് വരും. ഓക്കെ, ഇനി നമ്മൾ സൈൻ്റെ ഒക്കെ നമുക്കറിയാം, ചില സൈൻ്റെ വാല്യൂസ് ഒക്കെ ചിലത് പോസിറ്റീവും നെഗറ്റീവും വരും ചില ടേബിൾ സ്ഥലത്തുമ്പോൾ. അപ്പം നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കുക, ഇവിടെ 0 to 90 വരെയുള്ള ടൈം ASTC റൂൾ എന്ന് പറഞ്ഞാൽ ഏത് നോക്കാം. ഈ 0 to 90 വരെ, ഇതിന് 0 to 90 വരെയുള്ള എല്ലാ ഫംഗ്ഷൻസും പോസിറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ sin 0 മുതൽ sin 90 വരെയുള്ള എല്ലാ വാല്യൂസും പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ cos 0 തൊട്ട് cos 90 വരെയുള്ള എല്ലാ ഫംഗ്ഷൻസും അങ്ങനെ cos 0 തൊട്ട് cos 90 വരെയുള്ള എല്ലാതും പോസിറ്റീവ് ആയിരിക്കും. ദെൻ ടാൻ അതുപോലെ തന്നെ tan 0 മുതൽ tan 90 വരെയുള്ള അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അതുപോലെ കൊസീക്ക് ആണെങ്കിലും സീക്ക് ആണെങ്കിലും കോട്ട് ആണെങ്കിലും 6 ഫംഗ്ഷൻസും എന്താ, 6 ഫംഗ്ഷൻ 0 തൊട്ട് 90 വരെയുള്ളത്. ഇപ്പൊ നമുക്ക് നോക്കിയറിയാം cos 0, cos 30 അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ. അപ്പം അതെല്ലാം ഈ ഒരു 0 to 90 വരെയുള്ളതിൽ ഈ 6 ഫംഗ്ഷൻസിന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അതാണ് A എന്നുള്ളത്, ഓൾ പോസിറ്റീവ്. ഇതിന്റെ അർത്ഥം ഈ A എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്നതാണ്. ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ 0 to 90 ആണ്, സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ 90 to 180 ഡിഗ്രി ആണ്, തേർഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ 180 to 270 ഡിഗ്രി ആണ്, ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ 270 to 360 ഡിഗ്രി ആണ് ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പം ഈ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് വെച്ചാൽ 0 to 90 ഡിഗ്രി, ആ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ഫംഗ്ഷൻസും എന്ന് വെച്ചാൽ സൈനും കോസും ടാനും കൊസീക്കും സീക്കും കോട്ടും ഈ 6 ഫംഗ്ഷൻസും
പോസിറ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ ഇനി സെക്കൻഡ് ക്വാഡ്രന്റ്, ഇപ്പൊ ഫസ്റ്റ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾ പോസിറ്റീവ് എന്നാണ് അർത്ഥം. എ എന്ന് പറഞ്ഞാൽ ഓൾ പോസിറ്റീവ് എന്നാണ് മീനിങ്. ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആയിരിക്കും. ദെൻ സെക്കൻഡ് ക്വാഡ്രന്റിൽ പറയുന്നത് എസ് ആണ്. ഇത് നാലാണ് എ എസ് ടി സി എന്ന് പറയുന്നത്. ഇത് എ, ഇത് എസ്, ഇത് ടി, ഇത് സി എന്ന് പറയാൻ കാരണം ഇനി എസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റിൽ എസ് എന്ന് പറയുന്നത് സൈൻ. എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൈൻ ഓർത്താൽ മതി. സൈനും സൈനിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു, കൊസീക്ക് അല്ലേ. സൈനും കൊസീക്കും അല്ലേ റിലേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും അതുപോലെ കൊസീക്കും പോസിറ്റീവ് ആണ്. സൈനും കൊസീക്കും എന്താ പോസിറ്റീവ് ആണ്. ബാക്കി ഫംഗ്ഷൻസ് എല്ലാം, ഓൾ അതർ ഫംഗ്ഷൻസ് ആർ നെഗറ്റീവ്. ബാക്കി ഫംഗ്ഷൻസ് ആയി ഏതൊക്കെ, ലൈക്ക് കോസ് തീറ്റ, അതുപോലെ ടാൻ തീറ്റ, സീക് തീറ്റ, കോട്ട് തീറ്റ, ഇതെല്ലാം എന്തായിരിക്കും സെക്കൻഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ്. അതിന്റെ വാല്യൂ നെഗറ്റീവ് വാല്യൂ ആയിട്ടായിരിക്കും 1 -1 അല്ലെങ്കിൽ -3 അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു നെഗറ്റീവ് വാല്യൂ ആയിട്ടായിരിക്കും നമുക്ക് എന്ത് വരുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിൽ. 90 to 180 വരെ വരും. കോസ് 120 അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ നെഗറ്റീവ് വാല്യൂ ആയിട്ടായിരിക്കും വേണ്ടത്. ഇതിൽ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും സൈനിന്റെ ഫംഗ്ഷൻ ആയ കൊസീക്കും, സൈൻ ആൻഡ് കൊസീക്സ് ആർ പോസിറ്റീവ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. ദെൻ all the other functions are negative like cos, tan, tan, sec, cot. ഇതെല്ലാം എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും സെക്കൻഡ് ക്വാഡ്രന്റിൽ. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആയിരിക്കും. എല്ലാ 6 ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ 6 ഫംഗ്ഷൻസ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ സെക്കൻഡ് ക്വാഡ്രന്റിൽ നോക്കുകയാണെങ്കിൽ എസ് ആണ്. എസ് എന്ന് പറഞ്ഞാൽ സൈനും സൈനിന്റെ ഫംഗ്ഷനായ കൊസീക്കും, അത് രണ്ടും മാത്രമേ പോസിറ്റീവ് ഉണ്ടാവുള്ളൂ. ബാക്കി 4 ഫംഗ്ഷൻസ് ഇവിടെ എന്തായിരിക്കും സെക്കൻഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആയിരിക്കും. ഇനി തേർഡ് ക്വാഡ്രന്റ് നോക്കാം. ടി ഫോർ ടാൻ ആണ്. ടി എന്ന് പറഞ്ഞാൽ ടാൻ ആണ്. ടാനും ടാന്റെ ഫംഗ്ഷൻ ഏതാ, കോട്ടാണ്. ടാനും ടാന്റെ ഫംഗ്ഷനായ കോട്ടും എന്തായിരിക്കും തേർഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആയിരിക്കും. ടാനും കോട്ടും മാത്രമേ എന്താവുള്ളൂ തേർഡ് ക്വാഡ്രന്റിൽ. എന്ന് വെച്ചാൽ 180 to 270 ഡിഗ്രി വരുന്നത് അതിലില്ല. ആ ഇടയ്ക്ക് വരുന്ന എല്ലാ വാല്യൂസും ടാനും കോട്ടിനും എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. ബാക്കിയുള്ള എല്ലാ ഫംഗ്ഷൻസ് എന്ന് വെച്ചാൽ സൈന്, അതുപോലെ കോസ്, കൊസീക്ക്, സീക്ക്, അങ്ങനെയുള്ള 4 ഫംഗ്ഷൻസും തേർഡ് ക്വാഡ്രന്റ് ഏതായിരിക്കും നെഗറ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ടാനും കോട്ടും മാത്രമേ എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആയിരിക്കും. ഓൾ ഫംഗ്ഷൻസ് പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസീക്കും പോസിറ്റീവ് ആയിരിക്കും, ബാക്കിയൊക്കെ നെഗറ്റീവ് ആയിരിക്കും. ഇനി തേർഡ് ക്വാഡ്രന്റിൽ ടാനും കോട്ടും ആയിരിക്കും പോസിറ്റീവ്, ബാക്കിയുള്ള 4 ഫംഗ്ഷൻസ് നെഗറ്റീവ് ആണ്. ഈ ഫോർത്ത് ക്വാഡ്രന്റ് സി ആണ്. ഫോർത്ത് ക്വാഡ്രന്റ് വരുന്നത് സി എന്ന് പറഞ്ഞാൽ കോസ് ആണ്. കോസ് തീറ്റയും കോസിന്റെ ഫംഗ്ഷൻ എന്താ സീക്ക്. കോസും സീക്കും എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും, ബാക്കി എല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് പോസിറ്റീവ് ആണ്, അതുപോലെ കോസിന്റെ ഫംഗ്ഷൻ സീക്കും, ഇത് രണ്ടും പോസിറ്റീവ് ആയിരിക്കും. ബാക്കിയുള്ള എല്ലാ ഫംഗ്ഷൻസും ബാക്കിയുള്ള 4 ഫംഗ്ഷൻസ് ഏതൊക്കെയാ, കോസും സീക്കും ഒഴികെയുള്ള ബാക്കി ഫംഗ്ഷൻസ് ഏതൊക്കെയാ, സൈന്, അതുപോലെ ടാന്, കൊസീക്ക്, കോട്ട്, ഈ 4 ഫംഗ്ഷൻസും ഏത് ഫോർത്ത് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ ആണോ? നമുക്കിത് വേണം, കാരണം നമ്മൾ ഈ വാല്യൂസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് അതിന്റെ നെഗറ്റീവ് ഒക്കെ സിമ്പിൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു റൂൾ അറിഞ്ഞേ പറ്റും. ASTC റൂൾ നിങ്ങൾ ഓർത്താൽ മതി. ASTC എന്താണ്? എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ഓൾ പോസിറ്റീവ്, എസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് സൈൻ. സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് എസ് ആയിട്ട് നമ്മൾ പറയുന്നത്. എസ് എന്ന് പറഞ്ഞാൽ സൈനും സൈനിന്റെ ഫംഗ്ഷൻ ആയ കൊസീക്കും പോസിറ്റീവ്, ബാക്കി എല്ലാം നെഗറ്റീവ് ആയിരിക്കും സെക്കൻഡ് ക്വാഡ്രന്റിൽ. ഇനി തേർഡ് ക്വാഡ്രന്റിൽ നോക്കുകയാണെങ്കിൽ ഏതായിരിക്കും, ടാൻ, ടി ആണ്. ടാനും കോട്ടും, ടാന്റെ ഫംഗ്ഷൻ ആയ കോട്ടും മാത്രമേ തേർഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആയിട്ടുള്ളൂ, ബാക്കി എല്ലാം നെഗറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ സൈന്, കോസ്, കൊസീക്ക്, സീക്ക് എല്ലാം ഇതിൽ നെഗറ്റീവ് ആയിരിക്കും. ഈ ഫോർത്ത് ക്വാഡ്രന്റ് സി ആണ്. ഫോർത്ത് ക്വാഡ്രന്റ് വരുന്നത് ഫോർത്ത് ക്വാഡ്രന്റിൽ കോസിന്റെ ഫംഗ്ഷൻ ആയ സീക്കും ആയിരിക്കും പോസിറ്റീവ് ഉണ്ടാകുന്നത്, ബാക്കി എല്ലാ ഫംഗ്ഷൻസും ഫോർത്ത് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അതങ്ങനെ തന്നെ വരച്ചിട്ടുണ്ടേ. ഇതുപോലെ തന്നെ വരയ്ക്കണം നിങ്ങളത്. ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് 2 ഡയമെൻഷൻ ലൈനൊക്കെ വരച്ചിട്ട് ഫസ്റ്റ് ഇവിടെ 0യും മാർക്ക് ചെയ്യുക, പിന്നെ 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, ഇവിടെ തന്നെ നിങ്ങൾ 360 ഒക്കെ മാർക്ക് ചെയ്യണം. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതുക. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞ് എഴുതുക. എന്നിട്ട് ഫസ്റ്റിൽ നിങ്ങൾ എഴുതുക ഓൾ പോസിറ്റീവ്, സെക്കൻഡിൽ എഴുതുക സൈനും കൊസീക്കും പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. ദെൻ തേർഡ് ക്വാഡ്രന്റിൽ എഴുതുക ടാനും കോട്ടും പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. ഫോർത്തിൽ കോസും സീക്കും പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, നമുക്കിനി ഇത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലം ചെയ്യാം. ഇതാണ് ASTC റൂൾ, അല്ലെങ്കിൽ ടി ഫംഗ്ഷൻ എന്നൊക്കെ പറയും. ASTC റൂൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങളത് സ്കൂളിൽ പഠിച്ച ASTC റൂൾ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഈ റൂൾ നമുക്ക് അറിയണം, കാരണം നമ്മൾ ഇടയ്ക്ക് ഒരു കോസ് 270 ഒക്കെ വരുമ്പോൾ കോസ് 270യുടെ വാല്യൂ എന്ത് വരും എന്നുള്ളതൊക്കെ, അപ്പൊ അതിനൊക്കെ നമുക്ക് എന്ത് വേണം, ഈ വാല്യൂടെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ആവശ്യമുണ്ട്.
അതുപോലെ വേറൊരു 3 ഇക്വേഷനും കൂടി ഇതിനകത്ത് വേറൊരു ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു 3 ഇക്വേഷനും കൂടി ഉണ്ട്. 3 നോക്കാം. സൈൻ ഒരു 3 ഇക്വേഷൻ ആണ്. സൈൻ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റയാണെങ്കിൽ സൈൻ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് സൈൻ തീറ്റയാണ്. ഇതൊരു ഇക്വേഷൻ ആണ് കേട്ടോ. സൈൻ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റയാണ്. അതുപോലെ തന്നെ എന്താ? കൊസീക് മൈനസ് തീറ്റ എന്ത് വരുന്നത്? കാരണം സൈനും കൊസീക്കും ഫംഗ്ഷൻസ് ആണെന്ന് പറഞ്ഞു. സൈൻ എന്ന് പറഞ്ഞാൽ 1 കൊസീക്ക് ആണെന്ന് അറിയാം. അപ്പം സൈൻ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റയാണ്. അതുപോലെ കൊസീക് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് കൊസീക് തീറ്റയാണ്. അതുപോലെ കോസ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് തീറ്റ വരുള്ളൂ. ഓക്കെ, ഇവിടെ സൈൻ മൈനസ് 30 ഒക്കെ ആണെങ്കിൽ എന്ത് വരും? മൈനസ് സൈൻ 30 എന്ന് പറഞ്ഞ് കിട്ടും. ഇവിടെ കോസ് മൈനസ് 30 ആണെങ്കിൽ എന്ത് വരുള്ളൂ? കോസ് 30 എന്ന് പറഞ്ഞ് കിട്ടുള്ളൂ. ഇതിൻ്റെ അടുത്ത് പറയുന്നത് കോസ് കഴിഞ്ഞാൽ സീക്ക് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസും സീക്കും നമുക്കറിയാം ഫംഗ്ഷൻസ് ആണ്. കോസിന്റെ ഫംഗ്ഷനാണ് സീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ത് വരുള്ളൂ? സീക്ക് തീറ്റാനേ വരുള്ളൂ. നെഗറ്റീവ് ഒന്നും വരില്ല, സീക്ക് തീറ്റാനേ വരുള്ളൂ. ഇനി അടുത്ത് ടാൻ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? മൈനസ് ടാൻ തീറ്റ വരും. അതുപോലെ കോട്ട് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? മൈനസ് കോട്ട് തീറ്റ വരും. നിങ്ങൾ ശ്രദ്ധിക്കുക, സൈനും കൊസീക്കും ടാനും കോട്ടും ഇത് രണ്ടിടത്തൂടെ മൈനസ് തീറ്റ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫൈനൽ ആൻസറിൽ എന്ത് വരും? മൈനസ് വരും. പക്ഷേ കോസിലും സീക്കിലും ഒരു മൈനസ് വന്നാൽ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് തന്നെ ആയിരിക്കും. കോസ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ തന്നെയാണ്. അതുപോലെ സീക്ക് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സീക്ക് തീറ്റയാണ്. ബാക്കിയുള്ള 4 ഫംഗ്ഷനും മൈനസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇവിടെയും മൈനസ് വരും. ഓക്കെ, അത് എഴുതിയിടണേ. ഇതൊക്കെ ഒന്ന് നിങ്ങൾ ബ്രാക്കറ്റിൽ എങ്ങനെ കിട്ടുക? കാരണം ഇത്രയും പഠിപ്പിച്ചതൊക്കെ എന്താ? ഇക്വേഷൻസ് ആണ്, റിസൾട്ടുകൾ ഓരോ ഇക്വേഷൻസ് ആണ്. ഇതൊക്കെ നിങ്ങൾ ഒന്ന് ബ്രാക്കറ്റ് ഇട്ട് വെക്കുക, അല്ലെങ്കിൽ ഇതിലൊക്കെ പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അറിയാൻ പാകത്തിന്റെ രീതിയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം. ബോക്സിലൊക്കെ കളറൊക്കെ എടുത്തോ എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കണേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതിക്കോ. പ്രൂവ് ദാറ്റ് ഞാൻ പ്രൂവ് തന്നെ ഷോർട്ടാക്കി PT എന്ന് പറഞ്ഞ് എഴുതുള്ളൂ കേട്ടോ. PT എന്ന് പറഞ്ഞാൽ പ്രൂവ് ദാറ്റ് ആണ്. പ്രൂവ് ദാറ്റ് cos 60 into cos 60 ആണ് cos 60 cos 60 into cos 30 plus cos 60 into cos 30 plus prove that cos 60 into cos 30 plus sin 60 into sin 30 into sin 30 equal to cos 30. Question എഴുതിക്കോ. cos 60 into cos 30 plus sin 60 into sin 30 equal to sin 30 ആട്ടോ ലാസ്റ്റ് ഇരിക്കുന്നത് equal to cos 30. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? cos 60 into cos 30 plus sin 60 into sin 30 എന്ന് പറഞ്ഞാൽ cos 30 ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇതൊരു ഇക്വേഷൻ ആണ്. അപ്പം ഇത് ഈ രണ്ടും ഈക്വൽ ആണെന്നാണ്. ഈ ഒരു സൈഡും ഇപ്പം ഈ ഒരു ഇക്വേഷൻ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് RHS സൈഡ് എന്നൊക്കെ പറയുന്നില്ലേ, ഈക്വൽ ടുവിന് ലെഫ്റ്റ് സൈഡിലുള്ളതാണ് എന്ത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അതിനെ നമ്മൾ LHS എന്ന് പറയും. ഈക്വൽ ടുവിന് റൈറ്റിലുള്ള സൈഡിനെയാണ് നമ്മൾ RHS റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് LHS ഉം RHS ഉം. ഇത് പറഞ്ഞാൽ cos 60 into cos 30 plus sin 60 into sin 30 എന്നുള്ളത് cos 30 ആണെന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് LHS സൈഡ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടുവിന് ലെഫ്റ്റ് സൈഡിലുള്ള സൈഡാണ് LHS സൈഡ് എന്ന് പറയുന്നത്. LHS ഇംപ്ലൈസ് നിങ്ങൾ LHS സൈഡ് ഇവിടെ എഴുതുമ്പോഴേ ഈ cos 60 ഇത് അതുപോലെ ഒന്ന് എടുത്തെഴുതണം കേട്ടോ. ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തെഴുതാത്തത്. LHS ഇംപ്ലൈസ് എഴുതി നിങ്ങൾ എഴുതണം cos 60 into cos 30 plus sin 60 into sin 30 equal to എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങൾ എഴുതാൻ. ഞാൻ ഈ ഒരു സംഭവം ഇങ്ങോട്ട് എഴുതുന്നില്ല, കാരണം സ്പേസിന്റെ കുഴപ്പമുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് ഫസ്റ്റ് നമ്മൾ LHS സൈഡാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൺസിഡർ ചെയ്തു. LHS സൈഡ് എന്ന് പറഞ്ഞാൽ cos 60 into cos 30 plus sin 60 into sin 30 ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിലുള്ള പ്ലേസ്. ഇനി നിങ്ങൾ നോക്കാം cos 60യുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. കാരണം ഇവിടെ നോക്കിയാൽ cos 60യുടെ വാല്യൂ ഉണ്ട്, അതുപോലെ cos 30യുടെ വാല്യൂ ഉണ്ട്, sin 60യുടെ വാല്യൂ ഉണ്ട്, sin 30യുടെ വാല്യൂ ഉണ്ട്. നമുക്ക് ഈ വാല്യൂസ് എല്ലാം ചെയ്യണം ഈ ഇക്വേഷനിൽ. ഈ പറഞ്ഞാൽ ഈ മുകളിലത്തെ ഇക്വേഷനിൽ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ നമുക്ക് അപ്ലൈ ചെയ്യണം. ഓക്കെ, ശ്രദ്ധിക്കുക. cos 60 എന്താ? cos 60 എന്ത് വരും? 1/2 ആണ്. അപ്പോൾ cos 60യുടെ 1/2 എന്ന് പറഞ്ഞെങ്കിൽ ഇൻറ്റു
ഇനി cos 30 എന്താ? cos 30 √3/2. cos 30 എന്ന് പറഞ്ഞാൽ √3/2 കിട്ടി. പ്ലസ് അടുത്ത എന്താ? sin 60 ആണ്. sin 60 എന്ത് വരും? √3/2. ഇങ്ങനെ ബോക്സ് നോക്കി നിങ്ങൾക്ക് ഇപ്പോഴും കുറച്ച് നിങ്ങൾ ഇക്വേഷൻ പഠിക്കണം. ഇക്വേഷൻ പഠിച്ചാൽ നിങ്ങൾ കാണാതെ എഴുതി പോണേ. ദെൻ sin 30 എന്ത് വരും? sin 30 എന്ന് പറഞ്ഞാൽ 1/2. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? നമുക്ക് ഈ cos 30 കിട്ടണമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് കേട്ടോ. നമ്മൾ ഫസ്റ്റ് LHS ആയിട്ട് എടുത്ത് എഴുതി വെച്ചു. എന്ത് കിട്ടി? 1/2 ഇൻറ്റു √3/2 പ്ലസ് √3/2 ഇൻറ്റു 1/2 കിട്ടി. ഇത് നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു ടേം നമുക്ക് ഫസ്റ്റ് ഈ ഒരു ടേം സോൾവ് ചെയ്യാം. 1/2 ഇൻറ്റു √3/2 നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചാലേ ഓർക്കുന്നില്ലേ? 1/2 ഇൻറ്റു √3/2 എന്ത് വരും? മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് എന്ത് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ആണ് വേണ്ടത്. 1 ഇൻറ്റു √3 എന്ത് വരും? √3 വരും. √3/2 ഇൻറ്റു 2 4. ഇവിടെ പ്ലസ് ആണ്, പ്ലസ് ഇട്ടു. അടുത്തത് തന്നെ ഇത് സോൾവ് ചെയ്യണം. √3/2 ഇൻറ്റു 1/2 എന്ത് വരും? √3 ഇൻറ്റു 1 √3 വരും. ബൈ 2 ഇൻറ്റു 2 എന്ത് വരും? 4 വരും. നമുക്ക് ചെയ്യേണ്ട √3/4 പ്ലസ് √3/4. ഇവിടെ നോക്കിയാൽ നമുക്ക് രണ്ട് ഡിനോമിനേറ്റർ രണ്ടിടത്ത് സെയിം അല്ലേ? 4 അല്ലേ രണ്ടിടത്തും കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് എന്ത് ചെയ്യാം? പുറത്ത് വരില്ലേ? അപ്പോൾ 4 എന്നുള്ളത് നമ്മൾ കോമൺ ആയിട്ട് വന്നു. മോളിൽ എന്ത്? √3 പ്ലസ് √3 പ്ലസ് √3 എന്ത് വരും? നമ്മൾ എന്ത് പറഞ്ഞു? എക്സ് പ്ലസ് എക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x ആണെന്ന് പറഞ്ഞില്ലേ? അതുപോലെ √3 പ്ലസ് √3 എന്ത് വരും? ഇപ്പോൾ 2 പ്ലസ് 2 ആയിരുന്നു നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 4 എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കായിരുന്നു. ഇവിടെ √3 പ്ലസ് √3 എന്ത് വരും? നമ്മൾ എക്സ് പ്ലസ് എക്സിന് നമ്മൾ 2x എഴുതിയ പോലെ √3 പ്ലസ് √3 നമുക്ക് എങ്ങനെ എഴുതാം? 2√3 എന്ന് പറഞ്ഞ് എഴുതാം. √3 പ്ലസ് √3നെയാണ് നമ്മൾ എന്ത് എഴുതിയിരുന്നത്? 2√3 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. ഈ 2ഉം ഈ 4ഉം കൂടി നമുക്ക് കട്ട് ചെയ്ത് കളയാൻ ഇവിടെ 2ഉം 4ഉം കൂടി കട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു ഇവിടെ 2 വരില്ലേ? അപ്പോൾ എന്ത് വരും? √3/2 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് പറയാം cos 60 ഇൻറ്റു cos 30 പ്ലസ് sin 60 ഇൻറ്റു sin 30 LHS സൈഡ് അതാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്തത്. ഈ cos 60ക്കും അതുപോലെ cos 30ക്കും sin 60ക്കും sin 30ക്കും ഈ ടേബിൾ നോക്കി നമ്മൾ എന്ത് ചെയ്തു? വാല്യൂ കൊടുത്തു. നമ്മൾ ഇനി അതിനെ സോൾവ് ചെയ്യാണ്. 1/2 ഇൻറ്റു √3/2 നമ്മൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് √3/4 എന്ന് പറഞ്ഞ് കിട്ടി. അതുപോലെ ഈ സെക്കൻഡ് സ്റ്റെപ്പും മൾട്ടിപ്ലൈ ചെയ്തിട്ട് √3/4 എന്ന് പറഞ്ഞ് കിട്ടി. രണ്ടിടത്തും ഡിനോമിനേറ്റർ കോമൺ ആയതുകൊണ്ട് നമ്മൾ അതിനെ 4 എന്ന് പറഞ്ഞ് എഴുതി. √3 പ്ലസ് √3നെ 2√3 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. ഇനി 2√3/4 നമുക്ക് രണ്ടിടത്തും 2 കോമൺ അല്ലേ? അപ്പം താഴത്ത് 4 രണ്ടിലും കട്ടായി പോകുമല്ലോ, കോമൺ ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട്. അപ്പോൾ രണ്ടിടത്ത് നമ്മൾ 2 കട്ട് ചെയ്ത്, ഇവിടുന്ന് ഒരു 2 കട്ട് ചെയ്തു, ഇവിടുന്ന് ഒരു 2 കട്ട് ചെയ്തു. അപ്പോൾ എന്ത് വരും? √3 വരും. എന്ത് വരും? √3/2 എന്ന് പറഞ്ഞ് കിട്ടി. നമ്മൾ ഇതിനെ √3/2 ആണ് ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. LHS സൈഡാണ് ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ മാർക്ക് ചെയ്തു. നമ്മൾ അതിനെ അവിടെ നിർത്തി. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് RHS സൈഡ്. RHS സൈഡ് എന്ന് പറഞ്ഞാൽ cos 30 ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ളത്. നമ്മൾ RHS സൈഡ് കൺസിഡർ ചെയ്തു. RHS സൈഡ് എന്തായിരുന്നു? cos 30 അല്ലേ? cos 30 എന്ത് വരും? cos 30. cos 30യുടെ വാല്യൂ നമ്മൾ ഡയറക്റ്റ് എടുത്ത് cos 30 എന്ന് പറഞ്ഞാൽ എന്താ? √3/2 ആണ്. √3/2 ഇതിന്റെ ഇക്വേഷൻ 2 ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്തായിരുന്നു? ഈ LHS സൈഡ് ഈക്വൽ ടു RHS ആയിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? ഇവിടെ നോക്കിയാൽ LHS സൈഡ് നമുക്ക് ചെയ്തത് എന്ത് കിട്ടി? √3/2 നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞു കൊടുത്തു. അതുപോലെ RHS സൈഡ് ഇങ്ങനെ സോൾവ് ചെയ്തത് എന്ത് കിട്ടി? നമുക്ക് √3/2 എന്ന് പറയുന്നത് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 എന്തായി? ഈക്വൽ ആയിട്ട് നമ്മൾ ഇത് ഇക്വേഷൻ 1 ഈക്വൽ ടു ഇക്വേഷൻ 2 LHS ഈക്വൽ ടു RHS ഹെൻസ് പ്രൂവ്ഡ്. ക്ലിയർ അല്ലേ? നമുക്ക് ഇത് രണ്ടും പ്രൂവ് ചെയ്യേണ്ടത്. ഇതിന് LHS സൈഡും RHS സൈഡും ഈക്വൽ ആണെന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ഫസ്റ്റ് നമ്മൾ LHS സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈ സൈഡ് എടുത്തു. നമ്മൾ അതിനെ √3/2 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. നമ്മളതിനെ അവിടെ തന്നെ നിർത്തി. ഇക്വേഷൻ 1 എന്ന് പറഞ്ഞു കൊടുത്ത് നമ്മൾ അവിടെ തന്നെ നിർത്തി. നമ്മൾ പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്തു. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ cos 30 ആണ്. cos 30 എടുത്തു. cos 30യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? √3/2 ആണ്. നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തു. നോക്കിയാൽ രണ്ട് സൈഡ് നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ എന്ത് വരും? ഇതേ ഈക്വൽ ടു ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? ഓക്കെ, അത് വേഗം എഴുതിയിട്ടോ. ഇതുപോലെ വേറൊരു പ്രോബ്ലം കൂടി ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് ഒന്നും കൂടി മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ ബുക്കിൽ നമുക്ക് വരുമ്പോൾ സൈഡിൽ എങ്ങനെയൊക്കെ എഴുതിയിട്ട് പോക്കോട്ടെ, ഇങ്ങനെ ആ സ്റ്റെപ്പ് വന്നു എന്നുള്ളതൊക്കെ ചിലർക്ക് ഡൗട്ട് നാളെ പിറ്റടുത്ത ദിവസമൊക്കെ നോക്കുമ്പോൾ ഡൗട്ടൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളുടെ സൈഡിൽ നിങ്ങളുടെ നോട്ട്ബുക്കാണ്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് സൈഡിലൊക്കെ എഴുതി വെക്കാം.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും ഷോ ദാറ്റ് cos 45 into cos 60. Show that cos 45 into cos 60 minus sin 45 into sin 60 equal to sin 45 into sin 60 equal to 1 minus root 3 by 2 root 2. Question ആണ് show that cos 45 into cos 60 minus sin 45 into sin 60 ആണ് ഇത്. sin 60 equal to 1 minus root 3 by 2 root 2. 1 minus root 3 by 2 root 2 ആണ്. ഓക്കെ, നമുക്ക് നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ എന്താ ഷോ ചെയ്യേണ്ടത്? cos 45 into cos 60 minus sin 45 into sin 60 എന്നുള്ളത് എന്താണെന്നാണ് 1 minus root 3 by 2 root 2 എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. നമുക്ക് cos 45 അതുപോലെ cos 60 cos sin 45 sin 60 ഇതിന്റെ വാല്യൂസ് എല്ലാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എല്ലാത്തിന്റെ വാല്യൂസ് എവിടെയുണ്ട്? നമുക്ക് ഈ ഒരു ടേബിളിലുണ്ട്. അതുപോലെ നമ്മൾ ഇത് നോക്കി എഴുതാം. എന്ത് വരും? ഫസ്റ്റ് നമ്മൾ LH സൈഡ് ഇവിടെയും കൺസിഡർ ചെയ്തു. LH സൈഡ് എന്ത് വരും? cos 45 എന്ത് വരും? cos നിങ്ങൾ ഇത് എടുത്ത് എഴുതണം കേട്ടോ പിള്ളേരെ. എനിക്ക് സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് എഴുതാത്തത്. നിങ്ങൾ എഴുതുമ്പോൾ എടുത്ത് എഴുതണം. ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നോക്കും, നിങ്ങൾക്ക് അതിന് വലിയ ഐഡിയ ഒന്നും ഉണ്ടാകുകയില്ല. അപ്പം നിങ്ങൾ LH സൈഡിൽ എഴുതിയിട്ട് ഈ ഒരു സംഭവം cos 45 into cos 60 minus sin 45 into sin 60 എന്ന് എടുത്തെഴുതണേ. ഓക്കെ, cos 45 എന്ത് വരും? cos 45 എന്ന 1 by root 2 ആണ്. cos 45 എന്ന് പറഞ്ഞാൽ 1 by root 2 into cos 60 എന്താ? 1 by 2 മൈനസ് ആണ് sin 45 എന്താ? sin 45 1 by root 2 ആണ് into sin 60 എന്ത് വരും? root 3 by 2. ഓക്കെ, ഇനി എന്ത് വരും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഈക്വൽ ടു 1 by 2. ഈ ഫസ്റ്റ് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് നോക്കാം. 1 by root 2 into 1 by 2 മൾട്ടിപ്ലിക്കേഷനിലെ 1 into 1 എന്താ? 1 വരും by root 2 into 2. നമുക്കതിനെ കാര്യം ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ 2 root 2 എന്ന് പറയും. root 2 into 2 into root 2 എന്ന് പറഞ്ഞാൽ 2 root 2 തന്നെയാണ്. നമുക്ക് 2 root 2 എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ എഴുതി. മൈനസ് ഇവിടെ എന്താ? 1 by root 2 into root 3 by 2 ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ ആണ്. 1 into root 3 എന്താ? root 3 by root 2 into 2 എന്താ? 2 root 2 തന്നെയാണ്. വ്യത്യാസമൊന്നുമില്ല. 2 root 2 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്ത് വരും? ഇവിടെ എന്താ? 1 by root 2 1 by minus root 3 by 2 root 2 അല്ലേ? നോക്കിയേ, രണ്ടിടത്തും ഡിനോമിനേറ്റർ കോമൺ അല്ലേ? 2 root 2 ഇവിടെ 2 root 2 ആണ്. അപ്പം നമ്മൾ രണ്ടിടത്തും കോമൺ ആയതുകൊണ്ട് 2 root 2 എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ തന്നെ എഴുതി. ഇനി ന്യൂമറേറ്റർ നോക്കിയേ, 1 minus root 3 ആണ്. നമുക്ക് അതിനെ കാര്യങ്ങളും ചെയ്യാനില്ല. കാരണം ഈ ഒരു പോയിന്റ് വാല്യൂ വേണ്ട. നമ്മൾ 1 minus root 3 ആണ് ന്യൂമറേറ്റർ. നമ്മൾ ന്യൂമറേറ്റർ അതുപോലെ എഴുതി 1 minus root 3 എന്ന് പറഞ്ഞ് എഴുതി. ഇനി നോക്കിയേ, നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്? cos 45 into cos 60 minus sin 45 into sin 60 equal to 1 minus root 3 by 2 root 2 എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയത് എന്താ? 1 minus root 3 by 2 root 2. അത് തന്നെ ഇവിടെ കിട്ടിയേക്കുന്നത്. നമുക്ക് എന്ത് കിട്ടും? LHS തുടങ്ങി നമ്മൾ ചേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് RHSന്റെ വാല്യൂ കിട്ടി. നോക്കിയും 1 minus root 3 by 2 ആണ് നമുക്ക് പ്രൂവ് ചെയ്ത് കിട്ടുന്നത്. നമ്മളിവിടെ 1 minus root 3 by 2 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നമുക്ക് നിർത്താം. നമുക്ക് ഈ വാല്യൂ മാറ്റി കളയാണ്. ഇത് എഴുതിട്ടേക്കാം.
ഇങ്ങനെ പ്രൂവ് ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾക്ക് വാല്യൂ ഇതിൽ ഈ ടേബിളിൽ തന്നെയുള്ള വാല്യൂസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ പഠിച്ചെഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. LH സൈഡോ RH സൈഡോ അങ്ങനെ ഇതിൻ്റെ ഒരു സൈഡ് ഫസ്റ്റ് നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ഇപ്പോൾ LH സൈഡോ എടുക്കുന്നതിൽ RHSലേക്ക് പ്രൂവ് ചെയ്ത് എത്തിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. Find the values of find the values of find the values of find the values of sin 60 into cos 30. Find the values of sin 60 into cos 30 sin 60 into cos 30 plus cos 60 into sin 30. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിലൊക്കെ പ്രൂവ് ചെയ്യാനും ഷോ ചെയ്യാനൊക്കെ എതിരെ രണ്ട് ഇപ്പം ഈക്വൽ ടു രണ്ട് അപ്പുറത്തെ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക. അതായത് നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് sin 60 into cos 30 plus cos 60 into sin 30. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. പറഞ്ഞാൽ നമുക്ക് ഈക്വലിന് അപ്പുറം പ്രൂവ് ചെയ്യാനൊന്നുമില്ല. ഇത് രണ്ടും ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇതിനൊക്കെ വാല്യൂ sin 60 അതുപോലെ cos 30 ഇതിനൊക്കെ വാല്യൂ കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ആൻസർ എന്ത് വരുന്നതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, sin 60യുടെ വാല്യൂ നമുക്ക് ഇവിടെ ഉണ്ട്, cos 30യുടെ വാല്യൂ ഉണ്ട്, cos 60യുടെ ഉണ്ട്, sin 30യുടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വാല്യൂസ് ഒക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ത് വരും? sin 60യുടെ വാല്യൂ എന്താ? sin 60 എന്ന് പറഞ്ഞാൽ √3/2 വരും ഇൻറ്റു cos 30 എന്താ? cos 30 √3/2 പ്ലസ് cos 60 എന്ത് വരും? 1/2 ഇൻറ്റു sin 30 എന്താ? 1/2. ഓക്കെ, ഈക്വൽ ടു വരും √3/2 ഇൻറ്റു √3/2. ഇപ്പം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു. √3 ഇൻറ്റു √3 എന്ത് വരും? നമ്മൾ നേരത്തെ പറഞ്ഞു √3 പ്ലസ് √3 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2√3. നമ്മൾ x പ്ലസ് x നമ്മൾ 2x എഴുതുന്ന പോലെ √3 പ്ലസ് √3 നമുക്ക് 2√3 എന്ന് എഴുതാന്ന് പറഞ്ഞു. ഇവിടെ എന്താ? √3 ഇൻറ്റു √3 ആണ്. √3 ഇൻറ്റു √3 നമുക്ക് എങ്ങനെ എഴുതാം നോക്കിയറിയാം. ഇപ്പം √3 ഇൻറ്റു √3 നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് എന്ത് വരും? റൂട്ടിനകത്ത് 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ √3 ഇൻറ്റു √3 നമുക്ക് √3 ഇൻറ്റു 3 എന്ന് പറഞ്ഞ് കൊടുക്കാം. √3 ഇൻറ്റു 3 എന്ത് വരും? √3 ഇൻറ്റു 3 എത്രയാണ്? 9 ആണ്. അപ്പം √9 എത്രയാണ്? 3 ആണ്. അപ്പം എന്ത് വരും? √3 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ 3 ആണ് വരിക. ഓക്കെ, √3 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ 3 വരും. അതുപോലെ √2 ഇൻറ്റു √2 എന്ത് വരും? 2 വരും. √5 ഇൻറ്റു √5 ഇൻറ്റു ആണ് വരുന്നത്. √5 ഇൻറ്റു √5 എന്ത് വരും? 5 വരും. അതുപോലെ √10 ഇൻറ്റു √10 എന്ത് വരും? 10 വരും. √100 ഇൻറ്റു √100 എന്ത് വരും? 100 വരും. √99 ഇൻറ്റു √99 എന്ത് വരും? 99 എന്ന് പറഞ്ഞു കിട്ടും. എന്ത് രണ്ട് സെയിം റൂട്ട് ആണെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ വാല്യൂ 3 ആണെങ്കിൽ 3 അങ്ങനെ കിട്ടും. √3 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പം റൂട്ട് എന്താ? 7 ഇൻറ്റു √7 എന്ത് വരും? 7 ആയിരിക്കും കിട്ടുക. ഓക്കെ, നമ്മൾ √3 ഇൻറ്റു √3 എന്ത് വരും? നമുക്ക് 3 ആയിരിക്കും കിട്ടുക. അപ്പോൾ √3 ഇൻറ്റു 3 എന്ത് വരും? √3 എന്ന് പറഞ്ഞു കിട്ടും. ബൈ 2 ഇൻറ്റു 2 എന്ത് വരും? ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ 2 ഇൻറ്റു 2 എന്ത് വരും? 4 വരും. പ്ലസ് ഇവിടെ 1/2 ഇൻറ്റു 1/2 അല്ലേ? 1 ഇൻറ്റു 1 എന്താ? 1 വരും. ബൈ 2 ഇൻറ്റു 2 എന്ത് വരും? 4. 3/4 പ്ലസ് 1/4 ആണ്. അപ്പോൾ പ്ലസ് അല്ലേ? ഇവിടെ രണ്ടിടത്തും ഡിനോമിനേറ്റർ കോമൺ ആണ്. അപ്പോൾ 4 എന്ന് പറഞ്ഞു കൊടുത്തു. ന്യൂമറേറ്റർ എന്താ ഉള്ളത്? 3 ഉണ്ട്, 1 ഉണ്ട്. 3 + 1 അല്ലേ? 3 + 1 എന്ത് വരും? 3 + 1 വരും. 3 + 1 എന്താ? 4 ആണ്. 4/4 എന്താ? 1 ആണ്. നമുക്ക് ഇതിന്റെ വാല്യൂ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് 1 ആയിരിക്കും. ഓക്കെ, ഒന്നുമില്ല. sin 60 ഇൻറ്റു cos 30 പ്ലസ് cos 60 ഇൻറ്റു sin 30 ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. sin 60യുടെയും അതുപോലെ cos 30യുടെയും ഒക്കെ വാല്യൂ നമുക്ക് ഈ ടേബിളിൽ നിന്ന് കിട്ടും. sin 60 എന്ന് പറഞ്ഞാൽ എന്ത് വരും? √3/2 വരും. അതുപോലെ cos 30 എന്ന് പറഞ്ഞാൽ എന്ത് വരും? √3/2 എന്ന് പറഞ്ഞാൽ കിട്ടും. ഇനി cos 60 എന്ന് പറഞ്ഞാൽ എന്ത് വരും? cos 60 1/2 എന്ന് പറഞ്ഞാൽ കിട്ടും. ദെൻ അടുത്ത് sin 30 ആണ്. sin 30 എന്ന് പറഞ്ഞാൽ 1/2 കിട്ടും. നമ്മൾ ജസ്റ്റ് അതിന്റെ വാല്യൂസ് എല്ലാം ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാണ്. ഇനി നമ്മൾ സോൾവ് ചെയ്യണം. ഫസ്റ്റ് ഈ ഒരു ഇത് സോൾവ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഇത് സോൾവ് ചെയ്യാം. ദെൻ ഇത് സോൾവ് ചെയ്യാം. ഫസ്റ്റ് √3/2 ഇൻറ്റു √3/2 വരും.
നമുക്ക് ഡയറക്റ്റ്, കാരണം മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ കൊടുക്കുന്നത് നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. √3 √3 എന്ന 3 ആണ് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ √2 × √2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 ആണ് വരുന്നത്. അപ്പം √3 × √2 ആണെങ്കിൽ എന്ത് വരും? √3 × √2 ആണെങ്കിൽ എന്ത് വരും? √3 × 2 വരും. √3 × 2 ഇത് റൂട്ടിനകത്ത് 3 × 2 എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും. ഓക്കെ, √3 × √2 ആണെങ്കിൽ √6 ഒരു വലിയൊരു റൂട്ട് ആക്കിയിട്ട് 3 × 2 അതിൻ്റെ ഉള്ളിൽ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ √6 എന്ന് പറഞ്ഞാൽ കിട്ടും. ഓക്കെ, ഇപ്പോൾ √3 × √3 എന്ന് പറഞ്ഞാൽ 3 ആണ്. നിങ്ങൾ ഓർക്കുക, √2 × √2 എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. അപ്പം √3 × 3 √3 എന്ന് പറഞ്ഞാൽ 3 എഴുതി, 2 × 2 എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 1/2 × 1/2. മൾട്ടിപ്ലിക്കേഷൻ ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 1 × 1 എന്ന് വരും 1, 2 × 2 4. ഇവിടെ 3/4 പ്ലസ് 1/4 അല്ലേ, ഇവിടെ പ്ലസ് ആണ്. ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. 4 ആയതുകൊണ്ട് ഡിനോമിനേറ്റർ നമ്മൾ 4 അതുപോലെ എഴുതി. ന്യൂമറേറ്റർ 3 + 1 ആണ്. 3 + 1 എഴുതി. ഈ 3 + 1 എന്ന് പറയുന്നത് 4 ആണ്. 4/4 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ,